മലയാള സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ഞാൻ ആദ്യമായി നായികയായത് തമിഴ് സിനിമയിലാണ്. നേരത്തെ പറഞ്ഞപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു. തമിഴിലെ സൂര്യവംശം തുടങ്ങിയ ഉന്നൈ നിനയത്ത് തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വിക്രമൻ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ നിനയത്തത് ആരോ എന്ന ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിച്ചത്. ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് എനിക്ക് റേഡിയോ ജോക്കിയുടെ ഓഫർ ലഭിക്കുന്നത്. അപ്പോൾ എൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ റിലീസുമാണ് ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ഈ കോളേജിൽ വരാൻ കഴിഞ്ഞതിലും നിങ്ങൾ ഓരോരുത്തരെ കാണാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തന്ന പ്രിൻസിപ്പലിനോടും ബാക്കി സ്റ്റാഫ് മെമ്പേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ഞാൻ ഒട്ടേറെയധികം അനവധി ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിലും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഏറെ പ്രതീക്ഷ നൽകുന്ന കഥാപാത്രമാണ് കൺമണി കാർത്തു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചിത്രം കാണുമെന്ന് വിചാരിക്കുന്നു, കാർത്തുവിനെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു സോങ്സ് നേരത്തെ ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ നല്ലൊരു സോങ് കിട്ടിയിരുന്നു, നിന്നോട് എനിക്കുള്ള പ്രണയം. അപ്പോൾ ആ സോങ് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു ഡ്യുവറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. അപ്പോൾ ആ സോങ്സും എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സാറാണ് എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ സാറിനോടും ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ രാജേഷ് സാറിനോടും എൻ്റെ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും വേണം. എല്ലാവർക്കും എൻ്റെ നന്ദി.